ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇന്നലെ വൈകിട്ട് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്നലെ മക്കളെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ക്യാരറ്റ് ഇരുന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ക്യാരറ്റ് വേവിച്ചിട്ടും ജ്യൂസ് അടിച്ചെടുക്കാം കേട്ടോ. ഇത് പക്ഷേ ഞാൻ ഇങ്ങനെ പച്ചയ്ക്ക് അരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തിരി കനം കുറച്ചിട്ട് നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 ബദാം ഞാൻ കുതിർത്തിട്ട് തോല് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-10 ഈത്തപ്പഴം കൂടിയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർക്കാം. ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇത് അരച്ചപ്പോഴേക്കും നല്ല കട്ടിക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ പിന്നെ ഇത് അരിച്ചിട്ട് സാധാരണ ജ്യൂസ് പോലെ ആക്കിയിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നും കിച്ചുമോൻ കഴിച്ചിട്ടില്ല. അവൻ ടേസ്റ്റ് പോലും നോക്കില്ല കേട്ടോ, വേണ്ടാന്ന് പറയും. അച്ചുവും ചാച്ചുവും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ അവർക്ക് ഇത്തിരി കട്ടി കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്കുള്ളതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അവരും കഴിച്ചു. ഞാൻ ഇതേപോലെ തന്നെ അങ്ങനെ കുടിച്ചു കേട്ടോ. ഇത് നമ്മൾ ഡെയിലി കുടിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെൽത്തിനും ഒക്കെ പിന്നെ ബ്ലഡൊക്കെ കുറവുണ്ടെങ്കിൽ അതിന് ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ രാത്രിയാകുമ്പോൾ ഇന്നത്തേക്കുള്ള വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി പിന്നെ ഒരു 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ടാവും. പിന്നെ ചോറും നാളികേരവും 1 ടീസ്പൂൺ പഞ്ചസാരയും ഉപ്പും ഈസ്റ്റും കൂടി ഇട്ടിട്ട് അത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് പച്ചരി ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്കാണ് നമ്മൾ നാളികേരവും മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് അടച്ചു വെച്ചു. പിന്നെ ഇത് രാവിലെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് രാവിലെ നേരത്തെ എണീച്ച് വന്നു. എന്നിട്ട് ആദ്യം തന്നെ ഇത് അരച്ച് വെച്ചു കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഞാൻ കുളിക്കാനൊക്കെ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാനൊന്ന് പുറത്ത് പോയിട്ട് നോക്കുകയാണ് കേട്ടോ. നമ്മുടെ സിറ്റ് ഔട്ടിൽ പോയി നിന്നപ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചുറ്റും ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ വന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തുണികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കഴുകാനുള്ളതൊക്കെ. അപ്പോൾ അതെടുത്തിട്ട് അപ്പം തന്നെ നമ്മുടെ മെഷീനിൽ കൊണ്ടുപോയി ഇട്ടു കേട്ടോ. പിന്നെ ആവുമ്പോൾ എല്ലാതും കൂടി അങ്ങനെ ഇട്ടിട്ട് കഴുകുകയാണ് ചെയ്യുക. അപ്പോൾ അതവിടെ കൊണ്ടുപോയി ഇട്ടതിന് ശേഷം ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പും എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തതല്ലേ. അങ്ങനെ ഇതേ നമ്മുടെ വെള്ളയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തപ്പോൾ നല്ല പൂ പോലെയുള്ള നമ്മുടെ അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ എന്താ കറി ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോഴും. അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രീൻ പീസും കടലയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചാൽ ഉരുളക്കിഴങ്ങും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഒരു കറി ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ സവോളയൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു നമ്മുടെ ഈ ഇതുണ്ടാക്കില്ലേ പനീർ ബട്ടർ മസാലയൊക്കെ, അതിൽ പനീറൊന്നും ഇല്ലെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടൊരു മസാല കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമ്മുടെ വെള്ളയപ്പമൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റുമാണ്. ഇതേപോലെ കുറേ പേരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയും അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ തലേദിവസം രാവിലെ തൊട്ടിട്ട് ഇതിന് റെഡി ആവണമെന്നൊന്നുമില്ല. രാത്രി ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്താൽ രാവിലെ അരച്ചിട്ട് അപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ ഞാൻ സവോളയൊക്കെ എടുക്കുന്ന സമയത്ത് ചാച്ചുക്കുട്ടി പതുക്കെ എണിച്ച് വന്നിട്ട് എന്നെ പേടിപ്പിക്കുകയാണ് കേട്ടോ. അതിപ്പോൾ എപ്പോഴും ചെയ്യണ പണിയാണ്. ഡോറിൻ്റെ ബാക്കിലൊക്കെ വന്ന് നിന്നിട്ട് നമ്മൾ കിടക്കുമ്പോൾ. ഇത് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചാച്ചുക്കുട്ടി വന്നിട്ട് പേടിപ്പിച്ചിട്ടൊന്ന് പോയി. അപ്പോൾ നേരത്തെ എണീച്ചതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ എണീച്ച് വന്ന ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ പിന്നെ റൂമിലേക്ക് ചെല്ലും ഡ്രസ്സ് എടുക്കണമൊക്കെ ചെയ്യണ്ടല്ലോ, ലൈറ്റ് ഇടുമൊക്കെ. അപ്പോൾ അങ്ങനെ എണീച്ചതാണ്.
അപ്പോൾ നമ്മുടെ വെള്ളപ്പം ചുടലും അതിൻ്റെ ഇടയ്ക്ക് ഉള്ളി തോല് കളയലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേറെ അധികം സാധനങ്ങളൊന്നും വേണ്ട. തക്കാളിയും സവോളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മതി കേട്ടോ. പിന്നെ നാളികേരം കുറച്ച് ചിരകിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് 2 ടീസ്പൂൺ അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. അതിനിപ്പോൾ നമുക്ക് നാളികേരപ്പാൽ ആണെങ്കിൽ നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സവോളയൊക്കെ വഴറ്റൂല, അതിൻ്റെ ലാസ്റ്റായിട്ട് നമുക്ക് കുതിർത്തിട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് നാളികേരപ്പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതും. പനീർ ബട്ടർ മസാലയും അല്ലെങ്കിൽ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നവർക്കറിയാം, അതൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ചേർക്കണില്ല. ഉള്ളതൊക്കെ ചേർത്തിട്ട് ഒരു തട്ടിക്കൂട്ട് കറിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതേ നമ്മുടെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഒരുമിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അത് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നല്ല വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ആ സമയത്ത് നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കളറ് മഞ്ഞ കളറായിട്ടാണ് നിൽക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട്. ചീനമുളകാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീട്ടിലുണ്ടായതാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നേ അല്ലേ, നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അന്ന്. അപ്പോൾ അന്ന് ഞാൻ അവിടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ ചീനമുളക്. അപ്പോൾ നല്ല എരിവാണ്. അപ്പോൾ ഇതിന് 4-5 എണ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേക്കും കിച്ചുവിന് ഒരു കോൾ വന്നു കേട്ടോ. അപ്പോൾ അവൻ ഫോൺ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കണത് കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തില്ല, അതിൻ്റെ ഒപ്പം തന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങനെ ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. അതൊന്ന് വാടി വന്നപ്പോൾ അത് തീ ഓഫ് ചെയ്തു. എന്നിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഇതേ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക സാധാരണ. ഇത് പക്ഷേ ബട്ടറില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ നെയ്യുണ്ട്, അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയൊക്കെയാണ് ചേർക്കുക, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതും നമ്മുടെ കയ്യിൽ മുളക് പൊടിയായ കാരണം മുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ അതേ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, സവോളയൊക്കെ വഴറ്റിയത്. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് കയ്യിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട്, കസൂരി മേത്തി നമ്മൾ മേടിച്ചിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 4 മുട്ട അപ്പോഴേക്കും പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ മസാലപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തു. മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒരു ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ അതങ്ങനെ കിടന്ന് അലിഞ്ഞോളും. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഒന്നും കൂടെ നമ്മുടെ ചപ്പാത്തിയിലേക്ക് പൊറോട്ടയിലേക്കൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആവുക. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ മോര് കാച്ചാനുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരവും പിന്നെ 1 ടീസ്പൂൺ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും വെളുത്തുള്ളിയും പച്ചമുളക് ജീരകം കുരുമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം കുരുമുളകൊക്കെ കഴിഞ്ഞു, അപ്പോൾ അത് ചേർത്തിട്ടില്ല. എന്നിട്ട് നമ്മുടെ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് തൈര് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത്. നോക്കുമ്പോൾ തീരെ പുളിയില്ലാത്ത തൈരായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി തൈര് ഒഴിച്ചിട്ടും കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് അതങ്ങനെ ഒന്നും കൂടിയും അരച്ചെടുത്തു. അപ്പോൾ നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഉലുവ ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു, വറ്റൽമുളക് തീർന്നിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് വേഗം നമ്മുടെ അരച്ച് വെച്ച ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ചെറുങ്ങനെ തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അതിലേക്ക് മുന്നായിട്ടൊരു കുഞ്ഞ് കഷ്ണം ശർക്കരയും ഒരിത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. എനിക്കിപ്പോൾ അടുത്താണ് കേട്ടോ ഞാനൊരു മോര് കറിയുടെ റെസിപ്പി കണ്ടപ്പോഴാണ് ഇങ്ങനെ കായത്തിൻ്റെ പൊടി ആഡ് ചെയ്യണതും. പിന്നെ ഇങ്ങനെ ശർക്കര മുൻപ് അതേട്ടാ കണ്ടിട്ടുണ്ട്, ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്.
അപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത് നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ, നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മോര് കാച്ചിലും കഴിഞ്ഞു. പിന്നെയാണ് കേട്ടോ ഞാൻ ചോറിനുള്ള തീയൊക്കെ കത്തിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ അധികം പാത്രങ്ങൾ ഒഴിവായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കടല, മുതിര, പയറ്, പരിപ്പ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ മേടിച്ച് കൊണ്ടുവന്നാൽ നമുക്കതിൽ ഇട്ട് വയ്ക്കല്ലേ വേണ്ടല്ലോ. പിന്നെ നമ്മുടെ കുട്ടികളുടെ സ്നാക്സ് ഇട്ട് വയ്ക്കുന്നതും പിന്നെ അതുമാതിരി കുരുമുളക് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൂടുതലുള്ളതൊക്കെ ഇട്ട് വയ്ക്കുന്നതൊക്കെയാണ് കേട്ടോ പാത്രങ്ങൾ. അപ്പം എല്ലാതും ഒഴിവാക്കിയിട്ട് ഞാൻ കഴുകി വെച്ചു കേട്ടോ. എല്ലാത്തിലും ഇത്തിരി അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് എന്നാൽ ഒക്കെ വേറൊരു പാത്രങ്ങളിലേക്ക്, ചെറിയ പാത്രങ്ങളിലേക്കൊക്കെ മാറ്റിയതിന് ശേഷം അതൊക്കെ കഴുകി നമ്മുടെ കിണറിൻ്റെ വാക്കലിൻ്റെ മീതെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് അരിപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ എണീച്ചാൽ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ എന്തായാലും അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വേഗം നൂൽപുട്ട് ഉണ്ടാക്കാം ഒരു ദിവസം. പിന്നെ പുട്ടുപൊടി ഉണ്ടല്ലോ, അപ്പോൾ പുട്ടുപൊടി അങ്ങനെയായിട്ട് മാറി പോകട്ടെ. അതിപ്പോൾ അതിന് മാർഗ്ഗമില്ലാതിരിക്കുകയാണ്, അല്ലെങ്കിൽ അടയൊക്കെ ഉണ്ടാക്കാമല്ലോ, അപ്പോൾ അതൊന്നും പറ്റാതിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പച്ചരി ഞാൻ കഴുകിയിട്ട് കുതിരാൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പച്ചരിയൊക്കെ കഴുകി. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വേറൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു വിട്ടു. അപ്പം നമ്മുടെ പ്ലാവും തൈയും ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ, തെങ്ങിൻ തൈയൊക്കെ, അപ്പോൾ അതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. നല്ല വെയിലല്ലേ. അപ്പോൾ അത് പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ അടച്ചു വെച്ചു. പിന്നെ അതേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.